നമസ്കാരം. ഡൽഹിയിൽ ഇന്ത്യ സഖ്യം കാലേ കൂട്ടി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നതോടെ അങ്കലാപ്പിലായത് BJP-യാണ്. ഇതോടെ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ ഊർജിതമാക്കിയ BJP-യുടെ ഡൽഹി യൂണിറ്റ് നിരീക്ഷകർ തിങ്കളാഴ്ച നഗരത്തിലെ 7 പാർലമെൻറ്റ് സീറ്റുകളിലേക്ക് പരിഗണിക്കാവുന്ന പേരുകൾ ജില്ലാ തലത്തിൽ ശേഖരിക്കാൻ തുടങ്ങി. ഡൽഹിയിലെ AAP കോൺഗ്രസ് സഖ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തങ്ങളുടെ എല്ലാ സിറ്റിംഗ് MPമാരെയും മത്സരിപ്പിച്ചേക്കില്ല എന്ന അഭ്യൂഹം ഇതോടെ ശക്തമാവുകയാണ്. കൂടാതെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി 3 സർവേകൾ നടത്തുകയും ഡൽഹിയിലെ അവരുടെ 7 MPമാരുടെയും പ്രകടനം വിശകലനം നടത്തുകയും ചെയ്യുമെന്നും BJP ഡൽഹി ഘടകം നേതാവ് പറഞ്ഞതും സിറ്റിംഗ് MPമാർക്ക് സ്ഥാനചലനമുണ്ടാവുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇപ്പോഴുള്ള 7 MPമാരിൽ പകുതി പേർക്കെങ്കിലും ഇത്തവണ ടിക്കറ്റ് നഷ്ടമാകുമെന്ന നിലയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എല്ലാവരെയും മാറ്റുമെന്ന അഭ്യൂഹവും ശക്തമാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണെന്നും അതിനുള്ള കാരണമൊന്നും പറയാൻ സമയമായിട്ടില്ലെന്നും പാർട്ടി ഡൽഹി ഘടകം വ്യക്തമാക്കി. 2019-ൽ 7-ൽ 5ഇടത്തും BJP തങ്ങളുടെ സിറ്റിംഗ് MPമാരെ ആവർത്തിച്ച് പരീക്ഷിച്ചിരുന്നു. ഗൗതം ഗംഭീറും ഹൻസരാജ് ഹൻസും മാത്രമാണ് അന്ന് പുതിയ സ്ഥാനാർത്ഥികളായി രംഗത്തു വന്നത്. എല്ലാ BJP സ്ഥാനാർത്ഥികളും 2019-ൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെയും AAP-യുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണുന്നില്ല. എന്നാൽ ഡൽഹിയിൽ AAP-യും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ഞങ്ങളെ അലട്ടുന്നില്ല. തുടർച്ചയായി 3-ാം തവണയും 7 സീറ്റുകളും നേടാനുള്ള പൂർണ്ണ അർപ്പണബോധത്തോടെ തയ്യാറെടുക്കുകയാണ് എന്നൊക്കെയാണ് ഒരു മുതിർന്ന ഡൽഹി BJP നേതാവ് പറഞ്ഞത്. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സിറ്റിംഗ് കൗൺസിലർമാർ, മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, സഹഭാരവാഹികൾ എന്നിവരുൾപ്പെടെ ജില്ലാതല നേതാക്കൾ സംസ്ഥാന ഘടകത്തിൽ നിന്ന് അയച്ച 2 മുതിർന്ന നേതാക്കളുടെ സംഘങ്ങൾ നടത്തിയ അഭിപ്രായ ശേഖരണത്തിൽ പങ്കെടുത്തു. ഓരോ പ്രാദേശിക നേതാക്കളും സാധ്യതയുള്ളവരുടെ 3 പേരുകൾ വീതം നൽകിയിട്ടുണ്ട്. 7 ലോക്സഭാ സീറ്റുകളിലേക്ക് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഏകദേശം 5 മുതൽ 7 വരെ പേരുകൾ ക്രോഡീകരിച്ച് അവർ സംസ്ഥാന നിരീക്ഷകന് കൈമാറി. ഈ റിപ്പോർട്ട് നിരീക്ഷകൻ ഇതിനകം ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവിന് സമർപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടുത്ത 4-6 ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നും ഏപ്രിൽ പകുതിയോടെ ടിക്കറ്റുകൾ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും തൂത്തുവാരിയ ഫലം ഇത്തവണയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയാണ് BJP വച്ചു പുലർത്തുന്നതെങ്കിലും അവിടെ ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും നഗരസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും തൂത്തുവാരിയ AAP ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത പാർലമെൻറ്റ് സീറ്റ് ഇത്തവണ എന്ത് വില കൊടുത്തും നേടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. 3 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത് 4ഇടത്ത് മത്സരിക്കുന്ന അവർക്ക് പ്രാപ്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രയാസമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5ഇടത്ത് 2ാം സ്ഥാനത്ത് വന്ന കോൺഗ്രസിന് 2024-ലെ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. 2 കക്ഷികളും ചേർന്നുള്ള സഖ്യം വോട്ടിലേക്ക് സന്നിവേശിപ്പിക്കാനായാൽ ഇത്തവണ BJP വെള്ളം കുടിക്കുമെന്ന് ഉറപ്പ്.